ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഓൾ ദി ബെസ്റ്റ് മീഡിയ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മലപ്പുറം നിയോജക മണ്ഡലത്തിലെ എക്സിറ്റ് പോൾ ഫലത്തെക്കുറിച്ചാണ്. മലപ്പുറം നിയോജക മണ്ഡലത്തിൽ മലപ്പുറം ജില്ലയിൽ 16 നിയോജക മണ്ഡലങ്ങളാണ് ഉള്ളത്. ഈ 16 നിയോജക മണ്ഡലങ്ങളിൽ LDF എത്ര, UDF എത്ര സീറ്റ് നേടുമെന്നുള്ള എക്സിറ്റ് പോൾ ഫലമാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് മലപ്പുറം ജില്ലയിലെ ഒന്നാമത്തെ നിയോജക മണ്ഡലമായ കൊണ്ടോട്ടി നിയോജക മണ്ഡലത്തെക്കുറിച്ചാണ്. കൊണ്ടോട്ടി നിയോജക മണ്ഡലത്തിൽ PGG ആണ് LDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. TP അഷ്റഫ് അലിയാണ് UDFിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. P സുബ്രഹ്മണ്യനാണ് അവിടെ BJPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. ഏകദേശം 20,000 to 25,000 വോട്ടിൻ്റെ ഇടയിൽ ഭൂരിപക്ഷത്തിൽ TP അഷ്റഫ് അലി ജയിക്കും എന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. അടുത്തത് ഏറനാട് നിയോജക മണ്ഡലമാണ്. ഏറനാട് നിയോജക മണ്ഡലത്തിൽ LDFിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ഷഫീർ കീശേരിയും UDFിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് PK ബഷീറും BJPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് N ശ്രീപ്രകാശൻ ആണ്. അവിടെ ഏകദേശം 8,000 to 10,000 വോട്ടിൻ്റെ ലീഡോടുകൂടി PK ബഷീർ വിജയിക്കുമെന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. അടുത്തത് നിലമ്പൂർ നിയോജക മണ്ഡലമാണ്. നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ U ഷറഫ് അലിയാണ് LDFിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. ആര്യാടൻ ഷൗക്കത്ത് UDFിൻ്റെ സ്ഥാനാർത്ഥിയും ഗിരീഷ് മേക്കാട് BJPയുടെ സ്ഥാനാർത്ഥിയുമായി മത്സരിക്കുന്നു. അവിടെ ഏകദേശം വിജയിക്കാൻ പോകുന്നത് 500 to 800 വോട്ടിൻ്റെ ലീഡോടുകൂടി 5,000 to 8,000 വോട്ടിൻ്റെ ലീഡോടുകൂടി 5,000 to 8,000 വോട്ടിൻ്റെ ലീഡോടുകൂടി ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കുമെന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. അടുത്തത് വണ്ടൂർ നിയോജക മണ്ഡലം. മലപ്പുറം ജില്ലയിലെ 4ാമത്തെ നിയോജക മണ്ഡലമായ വണ്ടൂർ നിയോജക മണ്ഡലത്തെക്കുറിച്ച് നോക്കാം. വണ്ടൂർ നിയോജക മണ്ഡലത്തിൽ LDFിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് KK ദാമോദരൻ മാസ്റ്ററാണ്. അവിടെ UDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് AP അനിൽകുമാറും BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് EP കുമാരദാസുമാണ് മത്സരിക്കുന്നത്. അവിടെ വിജയിക്കാൻ പോകുന്നത് ഏകദേശം 20,000 to 25,000 വോട്ടിൻ്റെ ലീഡോടുകൂടി AP അനിൽകുമാർ വിജയിക്കുമെന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. UDFിൻ്റെ സ്ഥാനാർത്ഥിയായ AP അനിൽകുമാർ അവിടെ വിജയിക്കും. അടുത്തത് 5ാമത്തെ നിയോജക മണ്ഡലം. മലപ്പുറം ജില്ലയിലെ 5ാമത്തെ നിയോജക മണ്ഡലമായ മഞ്ചേരി നിയോജക മണ്ഡലത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അടുത്തത് മഞ്ചേരി നിയോജക മണ്ഡലത്തിൽ LDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് M മുസ്തഫയും UDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് M റഹ്മത്തുള്ളയും BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് പത്മശ്രീ M ആണ് മത്സരിക്കുന്നത്. അവിടെ വിജയിക്കാൻ പോകുന്നത് ഏകദേശം 10,000 to 12,000 വോട്ടിൻ്റെ ലീഡോടുകൂടി മഞ്ചേരിയിൽ UDFിൻ്റെ സ്ഥാനാർത്ഥിയായ M റഹ്മത്തുള്ള വിജയിക്കുമെന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. അടുത്തത് നമുക്ക് പെരിന്തൽമണ്ണ, മലപ്പുറം ജില്ലയിലെ 6ാമത്തെ നിയോജക മണ്ഡലമായ പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തെക്കുറിച്ച് നോക്കാം. പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിൽ VP മുഹമ്മദ് അനീഫയാണ് LDFിൻ്റെ സ്ഥാനാർത്ഥി. UDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് നജീബ് കാന്തപുരവും BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് KP ബാബുരാജുമാണ് അവിടെ മത്സരിക്കുന്നത്. ഏകദേശം പെരിന്തൽമണ്ണ ഇപ്രാവശ്യവും നജീബ് കാന്തപുരം 200 to 500 വോട്ടിൻ്റെ ലീഡോടുകൂടി
വിജയിക്കും, UDFൻ്റെ സ്ഥാനാർത്ഥി നജീബ് കാന്തപുരം വിജയിക്കുമെന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. അടുത്തത് മലപ്പുറം ജില്ലയിലെ 7ാമത്തെ നിയോജക മണ്ഡലമായ മങ്കട നിയോജക മണ്ഡലത്തെക്കുറിച്ച് നോക്കാം. മങ്കട നിയോജക മണ്ഡലത്തിൽ LDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് കുന്നത്ത് മുഹമ്മദും UDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മഞ്ഞളാംകുഴി അലിയും BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് ലിജോയ് പോളുമാണ് മത്സരിക്കുന്നത്. അവിടെ ഏകദേശം 600-900 വോട്ടിൻ്റെ ലീഡോടുകൂടി UDFൻ്റെ സ്ഥാനാർത്ഥിയായ മഞ്ഞളാംകുഴി അലി വിജയിക്കും എന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. അടുത്തത് നമുക്ക് മലപ്പുറം ജില്ലയിലെ 8ാമത്തെ നിയോജക മണ്ഡലമായ മലപ്പുറം നിയോജക മണ്ഡലത്തെക്കുറിച്ച് നോക്കാം. മലപ്പുറം നിയോജക മണ്ഡലത്തിൽ KT മുജീബാണ് അവിടെ LDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. PK കുഞ്ഞാലിക്കുട്ടി UDFൻ്റെ സ്ഥാനാർത്ഥിയും അശ്വതി ഗുപ്തകുമാർ അവിടെ BJPയുടെ സ്ഥാനാർത്ഥിയായും മത്സരിക്കുന്നു. അവിടെ ഏകദേശം 30,000-35,000 വോട്ടിൻ്റെ ലീഡോടുകൂടി PK കുഞ്ഞാലിക്കുട്ടി മലപ്പുറം മണ്ഡലം വിജയിക്കും എന്നാണ് നമ്മുടെ സർവേ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. അടുത്തത് വേങ്ങര നിയോജക മണ്ഡലം. മലപ്പുറം ജില്ലയിലെ 9ാമത്തെ നിയോജക മണ്ഡലമായ വേങ്ങര നിയോജക മണ്ഡലത്തിൽ LDFൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് മുഹമ്മദ് സബാഹ് കൊണ്ടുപുഴക്കലും KM ഷാജി UDFൻ്റെ സ്ഥാനാർത്ഥിയും ജയകൃഷ്ണൻ UN BJPയുടെ സ്ഥാനാർത്ഥിയുമായി മത്സരിക്കുന്നു. അവിടെ വിജയിക്കാൻ പോകുന്നത് ഏകദേശം 800-1200 വോട്ടിൻ്റെ ഇടയിൽ ഭൂരിപക്ഷത്തിൽ KM ഷാജി വിജയിക്കും എന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. അടുത്തത് നമുക്ക് വള്ളിക്കുന്ന് മണ്ഡലത്തെക്കുറിച്ച് നോക്കാം. വള്ളിക്കുന്ന് മണ്ഡലത്തിൽ CP മുസ്തഫയാണ് LDFൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. TV ഇബ്രാഹിം അവിടെ UDFൻ്റെ സ്ഥാനാർത്ഥിയും M പ്രേമൻ മാസ്റ്റർ BJPയുടെ സ്ഥാനാർത്ഥിയുമായി മത്സരിക്കുന്നു. അവിടെ ഏകദേശം 10,000-15,000 വോട്ടിൻ്റെ ലീഡോടുകൂടി UDFൻ്റെ സ്ഥാനാർത്ഥിയായ TV ഇബ്രാഹിം വിജയിക്കും എന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. അടുത്തത് താനൂര്, മലപ്പുറം ജില്ലയിലെ താനൂർ നിയോജക മണ്ഡലത്തെക്കുറിച്ച് നോക്കാം. താനൂർ നിയോജക മണ്ഡലത്തിൽ P മുഹമ്മദ് സമീറാണ് LDFൻ്റെ സ്ഥാനാർത്ഥി. PK നവാസ് UDFൻ്റെ സ്ഥാനാർത്ഥിയും ദീപ പുഴക്കൽ BJPയുടെ സ്ഥാനാർത്ഥിയുമായി മത്സരിക്കുന്നു. അവിടെ ഏകദേശം 500-800 വോട്ടിൻ്റെ ലീഡോടുകൂടി PK നവാസ് വിജയിക്കുമെന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. അടുത്ത നിയോജക മണ്ഡലം തിരൂർ നിയോജക മണ്ഡലമാണ്. തിരൂർ നിയോജക മണ്ഡലത്തിൽ V അബ്ദുറഹ്മാനാണ് LDFൻ്റെ സ്ഥാനാർത്ഥി. UDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് കുറുക്കോളി മൊയ്തീനും BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് KM നാരായണൻ മാസ്റ്ററും അവിടെ മത്സരിക്കുന്നു. അവിടെ വിജയിക്കാൻ സാധ്യതയുള്ളത് ഏകദേശം 500-750 വോട്ടിൻ്റെ ലീഡോടുകൂടി കുറുക്കോളി മൊയ്തീൻ തന്നെ അവിടെ വിജയിക്കുമെന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. അടുത്തത് കോട്ടക്കൽ മണ്ഡലം. കോട്ടക്കൽ മണ്ഡലത്തിൽ പ്രീതി കൊളംകണ്ടത്താണ് LDFൻ്റെ സ്ഥാനാർത്ഥി. KK ആബിദ് ഹുസൈൻ തങ്ങളാണ് UDFൻ്റെ സ്ഥാനാർത്ഥി. സുബ്രഹ്മണ്യൻ BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. അവിടെ ഏകദേശം 20,000-25,000 വോട്ടിൻ്റെ ലീഡോടുകൂടി KK ആബിദ് ഹുസൈൻ തങ്ങൾ വിജയിക്കും എന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്.
അടുത്തത് തവനൂർ നിയോജക മണ്ഡലം. തവനൂർ നിയോജക മണ്ഡലത്തിൽ KT ജലീലാണ് LDFിൻ്റെ സ്ഥാനാർത്ഥി. UDFിൻ്റെ സ്ഥാനാർത്ഥിയായി VS ജോയിയും BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് രവി തേലത്തിലുമാണ് മത്സരിക്കുന്നത്. അവിടെ വിജയിക്കാൻ പോകുന്നത് ഏകദേശം 5000 to 7000 വോട്ടിൻ്റെ ലീഡോട് കൂടി KT ജലീൽ വിജയിക്കുമെന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. അടുത്ത മണ്ഡലം തിരൂരങ്ങാടി മണ്ഡലമാണ്. തിരൂരങ്ങാടി മണ്ഡലത്തിൽ LDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് അജിത് കൊളാഡിയാണ്. അജിത് കൊളാഡി LDFിൻ്റെ സ്ഥാനാർത്ഥിയും PMS സമീർ UDFിൻ്റെ സ്ഥാനാർത്ഥിയും റിജു സി രാഘവ് BJPയുടെ സ്ഥാനാർത്ഥിയുമായി മത്സരിക്കുന്നു. അവിടെ വിജയിക്കാൻ സാധ്യതയുള്ളത് PMS സമീർ, അതായത് 15000 to 20000 വോട്ടിൻ്റെ ലീഡോടുകൂടി തിരൂരങ്ങാടി മണ്ഡലത്തിൽ PMS സമീർ വിജയിക്കുമെന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. അടുത്തത് പൊന്നാനി നിയോജക മണ്ഡലമാണ്. മലപ്പുറം ജില്ലയിലെ 16ാമത്തെ നിയോജക മണ്ഡലമായ പൊന്നാനി നിയോജക മണ്ഡലത്തിൽ LDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് MK സക്കീറാണ്. UDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് KP നൗഷാദ് അലിയാണ്. BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് E മനീഷാണ്. അവിടെ വിജയിക്കാൻ പോകുന്നത് ഏകദേശം 8000 to 10000 വോട്ടിൻ്റെ ലീഡോടുകൂടി MK സക്കീർ തന്നെ അവിടെ വിജയിക്കുമെന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. അപ്പോൾ മലപ്പുറം ജില്ലയിലെ 16 നിയോജക മണ്ഡലങ്ങളിൽ 14 നിയോജക മണ്ഡലങ്ങളിലും UDFും തവനൂരും പൊന്നാനിയും മാത്രം LDFും വിജയിക്കുമെന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. അപ്പോൾ 14 UDFും 2 സീറ്റിൽ LDFും വിജയിക്കുമെന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ 5 ജില്ലകളിലെ കണക്കുകൾ നോക്കുമ്പോൾ മൊത്തം തൃശ്ശൂർ, എറണാകുളം, പാലക്കാട്, ഇടുക്കി, മലപ്പുറം, 5ാമത്തെ ജില്ലയായ മലപ്പുറം, ഇവയിൽ ആകെ മുൻതൂക്കം നോക്കുമ്പോൾ LDFിന് 26 സീറ്റും UDFിന് 34 സീറ്റും ലഭിക്കും എന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. അപ്പോൾ ഏകദേശം 8 സീറ്റിൻ്റെ മുൻകൈ ഇപ്പോൾ UDFിന് ഉണ്ട്. 8 സീറ്റിൻ്റെ മുൻകൈയോടെ UDF ഇപ്പോൾ മുന്നിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അടുത്ത മണ്ഡലവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത മണ്ഡലം പത്തനംതിട്ട മണ്ഡലമാണ്. പത്തനംതിട്ട മണ്ഡലത്തിൻ്റെ വീഡിയോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. സംഘിപ്പടയുടെ ചെമ്പട പൊട്ടി, നാട്ടിൽ താളം കെട്ടി, വോട്ടിൻ പെട്ടി തുറന്നൊരു നേരം 8 നിലയിൽ പൊട്ടി. വിട്ടോ മോനെ കുട്ടി സഖാവേ, നാണം കെട്ട് പൊട്ടി. നോട്ടിൻ കെട്ടുകളേറെ നാട്ടിൽ പൊട്ടിച്ചിട്ടും പൊട്ടി. നാണം കെട്ട് ഓടി ഒളിച്ച് കുട്ടി സഖാവേ, വീട്ടിലിരിക്ക് മാനം കെട്ട് നാട്ടിലിറങ്ങാൻ പറ്റാതായി കുട്ടി സഖാവേ. സഖാവേ നടോ നടാവോ, സഖാവേ നടോ നടാവോ, സഖാവേ നടോ നടാവോ, സഖാവേ നടോ നടാ. സംഘിപ്പടയുടെ ചെമ്പട കൊട്ടി, നാട്ടിൽ താളം തെറ്റി.